ഞങ്ങളുടെ കൂടെ ഒരു ഓസ്റ്റോമേറ്റ് ഉണ്ട്. ഇത് വീട്ടിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നു. അവൻ വീട്ടിൽ വെച്ച് എങ്ങനെ ബാഗ് അപ്ലൈ ചെയ്യണം, എങ്ങനെ നീക്കം ചെയ്യണം, അവനെ പഠിപ്പിക്കാൻ ഞങ്ങൾ ആ പ്രോസസ് ചെയ്യുന്നു. അതുവഴി നിങ്ങൾക്കും ഇതിൽ നിന്ന് പഠിക്കുവാനും ആകും. ഇതാണ് SenSura Mio 1-piece സിസ്റ്റം. ഇവിടെ പശ ബേസ് പ്ലേറ്റിലും അതുപോലെ സ്റ്റോമ ബാഗ് ഇവ രണ്ടും ഒരൊറ്റ പീസാണ്. 2 ഓപ്ഷനുകളിലാണ് ഇത് വരുന്നത്. ഒന്ന് സുതാര്യം, മറ്റൊന്ന് അതാര്യം. SenSura Mioയുടെ ഇലാസ്റ്റിക് ബോഡി ഫിറ്റ് ടെക്നോളജി ശരീര ചലനങ്ങളിൽ അതിന് നല്ല വഴക്കം നൽകുന്നു. SenSura Mioയുടെ സവിശേഷമായ ഫുൾ സർക്കിൾ ഫിൽറ്റർ വാതകങ്ങളെ ഗണ്യമായി നീക്കം ചെയ്യാനും അതുപോലെ സ്ലീപ്പ് ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. SenSura Mioയുടെ ഏറ്റവും പുതിയ ന്യൂട്രൽ ഗ്രേ നിറത്തിലുള്ള വാട്ടർ റെപ്പലന്റ് ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ഒരു നല്ല ചോയ്സ് ആണ്. കുളിക്കുന്നതിനും അതുപോലെ മികച്ച കംഫർട്ടും ഇത് നൽകുന്നു. സ്റ്റോമ മെഷറിംഗ് ഗൈഡിന്റെ സഹായത്തോടെ സ്റ്റോമ സൈസ് എടുക്കാൻ അന്തിമ ഉപയോക്താവിനോട് ആവശ്യപ്പെടുക. അളന്ന സ്റ്റോമയുടെ വലിപ്പമനുസരിച്ച് ഞങ്ങൾ നീളവും വീതിയും പശയിൽ അടയാളപ്പെടുത്തും. ഇവിടെ അത് 45 മില്ലിമീറ്റർ നീളവും 38 മില്ലിമീറ്റർ വീതിയും. അടയാളങ്ങൾ അനുസരിച്ച് സ്റ്റോമയുടെ ആകൃതി വരയ്ക്കാൻ അന്തിമ ഉപയോക്താവിനെ പരിശീലിപ്പിക്കണം. ബേസ് പ്ലേറ്റ് മുറിക്കാൻ ഞങ്ങൾ സ്പെഷ്യൽ കർവ്ഡ് സിസർ ഉപയോഗിക്കും. പശ മുറിക്കുന്നതിന് മുൻപ് പശയിൽ നിന്ന് വേർതിരിച്ച് സൂക്ഷിക്കാൻ ബാഗിന്റെ പിൻപാളി പിടിക്കുക. വൃത്താകൃതിയിൽ പശയെ മുറിക്കാൻ തുടങ്ങുക. സ്റ്റോമയുടെ വലിപ്പത്തെക്കാളും ഇത് 1 മുതൽ 2 മില്ലിമീറ്റർ കൂടുതലായിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ടിങ്ങിന് ശേഷം അരികുകൾ സ്മൂത്ത് ആണോന്ന് ഉറപ്പാക്കുക. ഇത് സ്റ്റോമയിൽ മറ്റു മുറിവുകൾ ഉണ്ടാകാതെ തടയും. പെരിസ്റ്റോമൽ ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ ആക്സസറി കംഫീൽ ക്ലെൻസർ ആണ്. പ്രകൃതിദത്ത വെളിച്ചെണ്ണ ഉള്ളത് കാരണം ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനുള്ള കഴിവും ഇതിനുണ്ട്. ആദ്യം പുറം അറ്റം വൃത്തിയാക്കി സാവധാനം സ്റ്റോമയിലേക്ക് നീങ്ങുക. ഈ ഉൽപ്പന്നം ചർമ്മത്തിന് മൃദുവായതിനാൽ തന്നെ വൃത്തിയാക്കാൻ സ്റ്റോമയിൽ നേരിട്ടും ഉപയോഗിക്കാം. അടുത്ത ഘട്ടം കംഫീൽ ബാരിയർ ക്രീമിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഈ ക്രീം ചർമ്മത്തിന് പോഷണം നൽകുകയും മോയ്സ്ചറൈസ് ചെയ്യുകയും ചർമ്മത്തിന്റെ pH 5.5 ആയി നിലനിർത്തുകയും ചെയ്യുന്നു. ഈ ക്രീമിന്റെ ഉപയോഗം ആരോഗ്യമുള്ള ചർമ്മവും മൃദുവായ പുറന്തള്ളലിന്റെ സംരക്ഷണവും ഉറപ്പാക്കുന്നു. കംഫീൽ ബാരിയർ ക്രീം ഉപയോഗിച്ച് പെരിസ്റ്റോമൽ ചർമ്മത്തിൽ മൃദുവായി മസാജ് ചെയ്യുക. അന്തിമ ഉപയോക്താവിനോട് സൗമ്യമായി മസാജ് ചെയ്യാനും തുടർന്ന് 1-2 മിനിറ്റ് നേരം ഫ്രീ ആയി വിടാനും ആവശ്യപ്പെടുക. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം ഒരു കോട്ടൺ കൈലേസിന്റെ സഹായത്തോടെ സൗമ്യമായി കംഫീൽ ബാരിയർ ക്രീം നീക്കം ചെയ്യുക. സ്റ്റോമയ്ക്ക് ചുറ്റുമുള്ള ചർമ്മത്തെ സംരക്ഷിക്കാൻ ഇതൊരു സുതാര്യമായ ഫിലിമായി നിലകൊള്ളും. അടുത്ത ഘട്ടം ഓസ്റ്റോമി പൗഡറിന്റെ പ്രയോഗമാണ്. ഇത് ചർമ്മത്തെ ആരോഗ്യകരവും വരണ്ടതുമായി നിലനിർത്താൻ ഉപയോഗിക്കുന്നു. വരണ്ട ചർമ്മത്തിലാണിത് പുരട്ടേണ്ടതും. ഇത് സ്റ്റോമയ്ക്ക് ചുറ്റും വിതറി കോട്ടൺ തുണിയുടെ സഹായത്തോടെ പരത്തുക. അന്തിമ ഉപയോക്താവിനോട് ഘട്ടം പിന്തുടരുവാനും അധികമായി വരുന്ന പൗഡർ പൂർണ്ണമായും തുടച്ചു മാറ്റുവാനും ആവശ്യപ്പെടുക. ഇപ്പോൾ നമ്മൾ ബ്രാവ മോൾഡബിൾ റിംഗ് അപ്ലൈ ചെയ്യും. ചർമ്മം വൃത്തിയുള്ളതും വരണ്ടതുമാണെന്ന് ഉറപ്പാക്കുക. തുടർന്ന് പാക്കേജിംഗിൽ നിന്ന് റിംഗ് നീക്കം ചെയ്യുന്നതോടൊപ്പം 2 റിലീസ് ലൈനറുകളും നീക്കം ചെയ്യുക. മതിയായ ആകൃതിയിലും വലിപ്പത്തിലും റിംഗിനെ ക്രമീകരിക്കാം. ചർമ്മവുമായി നല്ല സമ്പർക്കം ഉറപ്പാക്കാൻ സൗമ്യമായി അമർത്താം. ആവശ്യമെങ്കിൽ ഷേപ്പ് പുനഃക്രമീകരിക്കുകയും ആവാം. സ്റ്റോമ ബാഗ് താഴെ നിന്ന് മുകളിലേക്ക് ഇപ്രകാരം അപ്ലൈ ചെയ്യുന്നത് വഴി വായു കുമിളകൾ ഒഴിവാക്കാം. ഇപ്രകാരം ചെയ്തതിനു ശേഷം പശയുടെ ഇന്നർ സർക്കിളിൽ വിരലുകൾ റോൾ ചെയ്യുക. തുടർന്ന് പശ ദൃഢമായി ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ക്രമേണ ഔട്ടർ സർക്കിളിലേക്കും നീങ്ങുക. ഇപ്പോൾ അടുത്ത ഘട്ടം പുതിയതും മെച്ചപ്പെട്ടതുമായ ബ്രാവ ഇലാസ്റ്റിക് ടേപ്പിന്റെ ആപ്ലിക്കേഷൻ ആണ്.
ടേപ്പിന്റെ 2 കഷ്ണങ്ങൾ എടുത്ത് പുറം കവർ കളഞ്ഞ് പശയുടെ അരികുകളിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്രയോഗിക്കുക. ടേപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ ടേപ്പിന്റെ പകുതി വീതി പശയിലും ബാക്കി പകുതി ചർമ്മത്തിലും വരുന്നുവെന്നും ഉറപ്പാക്കണം. ടേപ്പിന്റെ മറ്റേ പകുതി മറുവശത്ത് അപ്ലൈ ചെയ്യാനും അന്തിമ ഉപയോക്താവിനെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ അടുത്ത ഘട്ടം ബ്രാവ ലൂബ്രിക്കേറ്റിംഗ് ഡിയോഡറന്റിന്റെ പ്രയോഗമാണ്. ഇത് ദുർഗന്ധത്തെ നിർവീര്യമാക്കുകയും മൾട്ടി ലൂബ്രിക്കേറ്റിംഗ് ഇഫക്റ്റ് നൽകുകയും ചെയ്യുന്നു. കൂടാതെ കണ്ടന്റ് എല്ലായ്പ്പോഴും ബാഗിന്റെ അടിയിലാണെന്നും സ്റ്റോമയ്ക്ക് ചുറ്റുമുള്ളതല്ലെന്നും ഉറപ്പാക്കുന്നു. ബാഗിൽ 3 മുതൽ 4 മില്ലി ലൂബ്രിക്കേറ്റിംഗ് ഡിയോഡറന്റ് ഇടുക. തുടർന്ന് ഒരേ ദിശയിൽ 3 മടക്കുകൾ ഉണ്ടാക്കി ഹൈഡവേ ഔട്ട്ലെറ്റ് അടയ്ക്കുക. ബാഗ് മടക്കി വെൽക്രോ ഡോട്ട് ഉപയോഗിച്ച് ഒട്ടിക്കുക. ഞങ്ങൾ അതിനെ ഹൈഡവേ ഔട്ട്ലെറ്റ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം 2 പാളികളും മൃദുവായി തടവിക്കൊണ്ട് ഡിയോഡറന്റ് പരത്തുക. സ്റ്റോമ ബാഗ് വേദനയില്ലാതെ നീക്കം ചെയ്യുന്നത് ഉറപ്പാക്കാൻ കോളോപ്ലാസ്റ്റിന് ബ്രാവ അഡിസീവ് റിമൂവർ സ്പ്രേ എന്നറിയപ്പെടുന്ന ഒരു ഉൽപ്പന്നമുണ്ട്. പശയുടെ അരികുകളിൽ ബ്രാവ അഡിസീവ് റിമൂവർ സ്പ്രേ മൃദുവായി സ്പ്രേ ചെയ്ത് മുകളിൽ നിന്ന് താഴേക്ക് നീക്കം ചെയ്യാൻ ആരംഭിക്കുക. ദ ബ്രാവ അഡിസീവ് റിമൂവർ മുറിവുണ്ടാക്കുകയില്ല. തന്നെയുമല്ല, അതിന്റെ സിലിക്കൺ പോളിമറുകൾ എളുപ്പത്തിലും വേദനയില്ലാതെയും നീക്കം ചെയ്യാനും സഹായിക്കുന്നു. ഉപയോഗിച്ച ഓസ്റ്റോമി ബാഗ് ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി ഗാർബേജ് ബിന്നുകളിൽ മാത്രം നിക്ഷേപിക്കുക.